ഹലോ കൂട്ടുകാരെ, ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ലാത്ത, അവ കണ്ടു കിട്ടിയാൽ അപ്പോൾ തന്നെ തീയിട്ട് നശിപ്പിക്കുന്നൊരു ലോകം. കേൾക്കുമ്പോൾ തന്നെ ഒരുതരം ഭയം തോന്നുന്നില്ലേ? അക്ഷരങ്ങളെയും അറിവിനെയും ഭയക്കുന്ന, ചിന്തിക്കുന്ന മനുഷ്യരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഇരുണ്ട ലോകത്തിന്റെ നേർക്കാഴ്ചയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. റേ ബ്രാഡ്ബറിയുടെ ഫാരൻഹീറ്റ് 451 എന്ന ഈ ഇതിഹാസ നോവൽ യഥാർത്ഥത്തിൽ മനുഷ്യരാശിക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. പുസ്തകങ്ങളുടെ താളുകൾ കരിഞ്ഞു പോകുമ്പോൾ അതോടൊപ്പം ഇല്ലാതാകുന്നത് മനുഷ്യന്റെ ചിന്താശേഷി കൂടിയാണ് എന്ന് ഈ കൃതി നമ്മെ വളരെ ആഴത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കീ കഥയിലെ പ്രധാന കഥാപാത്രമായ ഗായ് മോണ്ടാഗിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണ ഒരു ഫയർമാൻ എന്ന് പറഞ്ഞാൽ തീയണയ്ക്കുന്ന ആളാണല്ലോ. എന്നാൽ ഇവിടെ മോണ്ടാഗിന്റെ പണി പുസ്തകങ്ങൾക്ക് തീയിടുകയാണ്, അതും മണ്ണെണ്ണ ഉപയോഗിച്ച്. ബ്രാഡ്ബറിയുടെ വരികൾ തന്നെ ശ്രദ്ധിക്കൂ. ആ തീജ്വാലകളെ ഒരു സംഗീത സംവിധായകനെ പോലെയാണ് അയാൾ നിയന്ത്രിക്കുന്നത്. യാതൊരു കുറ്റബോധവുമില്ലാതെ പുസ്തകങ്ങൾ കത്തിച്ചാമ്പലാക്കുന്നതിലെ ഒരു വല്ലാത്ത ആനന്ദം അയാളുടെ വാക്കുകളിൽ നമുക്ക് കാണാം. പക്ഷേ മനുഷ്യന്റെ മനസ്സ് എക്കാലവും ഒരുപോലെ ഇരിക്കില്ലല്ലേ? മോണ്ടാഗിന്റെ ഈ യാന്ത്രിക ജീവിതത്തിലേക്കാണ് പിന്നീടൊരു പുതിയ തീപ്പൊരി വീഴുന്നത്. അത് മനസ്സിലാക്കാൻ അവന്റെ ജീവിതത്തിലെ രണ്ട് പ്രധാന വ്യക്തികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് അവന്റെ ഭാര്യ മിൽഡ്രഡ്. സാങ്കേതികവിദ്യയ്ക്ക്, അതായത് അവരുപയോഗിക്കുന്ന പാർലർ വാളുകൾക്കും സീഷൽ റേഡിയോകൾക്കും പൂർണ്ണമായും അടിമപ്പെട്ട് മരവിച്ചൊരു ജീവിതമാണ് അവളുടേത്. എന്നാൽ മറുവശത്ത് അയൽക്കാരിയായ ക്ലാരിസ് എന്ന പെൺകുട്ടി, പ്രകൃതിയെ സ്നേഹിക്കുന്ന, എന്തിനേയും ചോദ്യം ചെയ്യുന്ന ജീവസുറ്റ ഒരു പ്രകൃതമാണവളുടേത്. ഈ രണ്ട് വിരുദ്ധ വ്യക്തിത്വങ്ങൾക്കിടയിലാണ് മോണ്ടാഗ് തന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ക്ലാരിസ് അവനോട് ആ ഒറ്റ ചോദ്യം ചോദിക്കുന്നത്: നിങ്ങൾ ശരിക്കും സന്തുഷ്ടനാണോ? എത്ര ലളിതമായ ചോദ്യമല്ലേ? പക്ഷേ അതുവരെ സന്തോഷവാനാണെന്ന് സ്വയം വിശ്വസിപ്പിച്ചിരുന്ന മോണ്ടാഗിന്റെ മുഖമൂടിയാണ് ആ ഒരൊറ്റ ചോദ്യത്തോടെ തകർന്നു വീണത്. ഈ ലളിതമായ വാക്കുകൾ അവനിൽ വലിയൊരു ചിന്തയുടെ കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. ഇനി നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ അഗ്നിശമന സേന, അതായത് പുസ്തകം കത്തിക്കുന്ന ഫയർമാൻമാർ ഉണ്ടായത്? ക്യാപ്റ്റൻ ബീറ്റി ഇതിനൊരു കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ സാവധാനത്തിലുള്ള ജീവിതത്തിൽ നിന്ന് 20-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഫോട്ടോഗ്രാഫി, സിനിമ, റേഡിയോ എന്നിവ വന്നു. അതോടെ മാധ്യമങ്ങളുടെ വേഗത കൂടി, ആളുകൾക്ക് സമയമില്ലാതായി. അതോടെ വലിയ പുസ്തകങ്ങൾ ചുരുക്കി വായിക്കാൻ തുടങ്ങി. പിന്നീട് ആരെയും വ്രണപ്പെടുത്താതിരിക്കാൻ ഉള്ളടക്കങ്ങൾ തീർത്തും ലളിതമാക്കി മാറ്റി. ഒടുവിൽ ചിന്തകളില്ലാത്ത വേഗത്തിലുള്ള വിനോദങ്ങൾ മാത്രം മതിയെന്ന അവസ്ഥയിലേക്ക് ആളുകൾ സ്വയം മാറി. അവിടെയാണ് ഈ ഫയർമാൻമാർ ഔദ്യോഗിക സെൻസർമാരായി രംഗത്ത് വരുന്നത്. ഇതൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് സുഹൃത്തുക്കളെ. ഒരു സുപ്രഭാതത്തിൽ സർക്കാരല്ല വായന നിരോധിച്ചത്, മറിച്ച് ജനങ്ങൾ തന്നെയാണ് അത് ഉപേക്ഷിച്ചത്. എളുപ്പത്തിലുള്ള വിനോദങ്ങൾക്ക് പിന്നാലെ പോയി സ്വന്തം ചിന്താശേഷിയെ ജനങ്ങൾ തന്നെ കൊന്നൊടുക്കുകയായിരുന്നു. ഈ ഒരു അന്ധകാരത്തിലാണ് ഫാബർ എന്ന കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നത്. ആധുനിക സമൂഹത്തിന് ശരിക്കും എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ഫേബർ വളരെ കൃത്യമായി മോണ്ടാഗിന് പറഞ്ഞുകൊടുക്കുന്നുണ്ട്. പുസ്തകങ്ങൾ നമുക്ക് നൽകിയിരുന്ന ഉയർന്ന നിലവാരമുള്ള വിവരങ്ങൾ, അവ ചിന്തിച്ചെടുക്കാൻ നമുക്ക് ലഭിച്ചിരുന്ന സമയം, പിന്നെ ആ അറിവിലൂടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം, ഇത് മൂന്നുമാണ് ഈ പുതിയ സമൂഹത്തിന് നഷ്ടപ്പെട്ടത്. ഇന്നത്തെ കാലത്തും ഇതൊക്കെ എത്രത്തോളം പ്രസക്തമാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. മോണ്ടാഗ് ജീവിക്കുന്ന ആ ഭയാനകമായ ലോകത്തിന് ഇന്നത്തെ നമ്മുടെ യാഥാർത്ഥ്യങ്ങളോട് വല്ലാത്തൊരു സാമ്യമുണ്ട്. എപ്പോഴും സ്ക്രീനുകളിലേക്ക് നോക്കിയിരിക്കുന്ന ജനങ്ങൾ, ചിന്തകളെ ഒഴിവാക്കാൻ എപ്പോഴും ചെവിയിൽ ഹെഡ്സെറ്റുകൾ വെച്ച് സ്വന്തം ലോകത്ത് നടക്കുന്നവർ, വരാനിരിക്കുന്ന വലിയ അപകടങ്ങളെക്കുറിച്ചോ യുദ്ധങ്ങളെക്കുറിച്ചോ യാതൊരു ബോധവുമില്ലാത്തവർ, ഇതെല്ലാം ഇന്ന് നമുക്കും പരിചിതമാണല്ലോ, അല്ലേ? അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന ആ അതിനിർണായകമായ നിമിഷത്തിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. ഒടുവിൽ മോണ്ടാഗിന്റെ രഹസ്യങ്ങൾ പുറത്താവുന്നു. അവന് സ്വന്തം വീടിനും ജീവിതത്തിനും തീവയ്ക്കേണ്ടി വരുന്ന ഗതികേട്, അനന്തരഫലങ്ങളെ നശിപ്പിച്ചു കളയാൻ തീക്ക് കഴിയുമെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ബീറ്റി അവനെ മാനസികമായി തളർത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ചുട്ടുപൊള്ളുന്ന നിമിഷത്തിൽ സഹികെട്ട് മോണ്ടാഗ് ആ തീപന്തം ബീറ്റിക്ക് നേരെ തന്നെ തിരിക്കുന്നു. തിരിച്ചുപോക്കില്ലാത്തൊരു വഴിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു അത്. സ്വന്തം ജീവൻ രക്ഷിക്കാനായി പ്രാണഭയത്തോടോടുന്ന മോണ്ടാഗ്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നോ? ഈ മരവിച്ച സമൂഹത്തിന് അതൊരു ലൈവ് ടെലിവിഷൻ വിനോദം മാത്രമാണ്. ഒരു മനുഷ്യന്റെ ജീവൻ മരണ പോരാട്ടം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആസ്വദിക്കാനുള്ള ഒരു വെറും കാർണിവലായി മാറുന്ന ആ ഭയാനകമായ അവസ്ഥ സത്യത്തിൽ നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്.
ആ വലിയ നഗരത്തിൽ നിന്നും മോണ്ടാഗ് എങ്ങനെയോ രക്ഷപ്പെടുകയാണ്. നദിയിലൂടെ സഞ്ചരിച്ച് അവനൊടുവിലെത്തിയത് കാട്ടിലേക്കാണ്. അവിടെ വെച്ച് നശിപ്പിക്കുന്ന തീയ്ക്ക് പകരം ചൂടും വെളിച്ചവും പകരുന്ന മറ്റൊരു തരം അഗ്നിയെ അവൻ കണ്ടെത്തുന്നു. അവിടെയാണ് ഗ്രേഞ്ചറിന്റെ നേതൃത്വത്തിലുള്ള പുസ്തക മനുഷ്യരെ അവൻ പരിചയപ്പെടുന്നത്. അവരുടെ തന്ത്രം വളരെ ബുദ്ധിപരമാണ്. പുസ്തകങ്ങൾ കൈവശം വെച്ചാൽ പിടിക്കപ്പെടും. അതുകൊണ്ട് അവരോരോരുത്തരും ഓരോ പുസ്തകങ്ങൾ ഹൃദയത്തിൽ മനപാഠമാക്കുന്നു. അങ്ങനെ സ്വന്തം ഓർമ്മകളിൽ ലോകത്തിന്റെ അറിവുകൾ സൂക്ഷിച്ചുവെച്ച് അവരാ യുദ്ധം അവസാനിക്കാൻ കാത്തിരിക്കുകയാണ്. അവിടെ വെച്ച് ഗ്രേഞ്ചർ പറയുന്ന വളരെ ആഴത്തിലുള്ളൊരു തത്വചിന്തയുണ്ട്. വെറുതെ പുല്ലുവെട്ടുന്നവനേക്കാൾ ഒരു തോട്ടക്കാരന്റെ സ്പർശനം ആ മണ്ണിൽ എക്കാലവും നിലനിൽക്കുമെന്ന്. യാന്ത്രികമായ പ്രവൃത്തികൾക്ക് പകരം നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ അർത്ഥവത്തായ എന്തെങ്കിലും ഒന്നിവിടെ അവശേഷിപ്പിക്കണം എന്ന വലിയൊരു പാഠമാണിത്. അങ്ങനെ ഒടുവിൽ ആ നിമിഷം വന്നെത്തുന്നു. മുകളിൽ നിന്ന് പെയ്തിറങ്ങിയ ബോംബുകളിൽ ഒറ്റ നിമിഷം കൊണ്ട് ആ നഗരം മുഴുവൻ ചാമ്പലാകുന്നു. ആ വലിയ സാമ്രാജ്യം വെറും പൊടിയായി മാറുകയാണ്. എന്നാൽ ആ നഗരത്തിന്റെ ചാരത്തിൽ നിന്ന് പുതിയൊരറിവിന്റെ വെളിച്ചവുമായി ആ മനുഷ്യർ തിരികെ നടക്കാൻ തുടങ്ങുകയാണ്. സ്വന്തം ചിതാഭസ്മത്തിൽ നിന്നും ഉയിർത്തെഴുന്നേൽക്കുന്ന ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ. അവസാനമായി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമൂഹം ഇന്ന് സമയത്തെയും ചരിത്രത്തെയും പൂർണ്ണമായും കത്തിച്ചുകളഞ്ഞാൽ നാളെ അത് പുനർനിർമ്മിക്കാൻ നിങ്ങൾ ഏതു പുസ്തകമായിരിക്കും, ഏത് അറിവായിരിക്കും ഓർമ്മയിൽ സൂക്ഷിക്കുക? വരും തലമുറയ്ക്കായി നിങ്ങൾ എന്താണ് കാത്തുവെക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യം തീർച്ചയായും നിങ്ങളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഈ വിശദീകരണം നിങ്ങൾക്ക് പുതിയ ചില തിരിച്ചറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം.